ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ 500 സബ്സ്ക്രൈബേഴ്സ് എത്തി. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി. സോ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ടെക് മാസ്റ്റർ എന്ന യൂസർ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലിനക്സിൽ എങ്ങനെയാണ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. സോ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമുക്ക് വേണം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് താഴെ കിടപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ എൻഡ് സിസ്റ്റത്തിലേക്ക് അത് ഭയങ്കര ലാഗായിരിക്കും. പ്രത്യേകിച്ച് പുതിയ വിൻഡോസിൻ്റെ വെർഷൻസൊക്കെ നല്ല റാമും പ്രൊസസ്സറും ഉള്ള സിസ്റ്റത്തിലൊക്കെ വർക്കാകത്തുള്ളൂ. സോ മറ്റൊരു സൊല്യൂഷനാണ് നിങ്ങൾ വിൻഡോസ് കമ്പാറ്റിബിലിറ്റി ലെയർ ഒരെണ്ണം ആഡ് ചെയ്യുന്നത്. വൈൻ ടൂൾ പോലെയോ പ്ലേ ഓൺ ലിനക്സ് പോലെയുള്ളൊരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് വിൻഡോസിലെ പ്രോഗ്രാംസൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ അത് ചില പ്രോഗ്രാംസ് ഒന്നും വർക്കാകത്തില്ല, ചിലതൊക്കെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ അതും റിലയബിൾ അല്ല. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡ്യുവൽ ബൂട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ ഞാൻ വിൻഡോസ് ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ ലിനക്സ് ഡ്യുവൽ ബൂട്ട് ചെയ്യുന്നത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. സോ ഇന്ന് നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാൻ പോവുകയാണ്. ലിനക്സ് ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റത്തിൽ നമ്മളെങ്ങനെയാണ് വിൻഡോസ് അതിൻ്റെ കൂട്ടത്തിൽ ഡ്യുവൽ ബൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്ര സിമ്പിളല്ല. കാരണം നമ്മൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതൊരു ഗ്രബ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്കത് വിൻഡോസും ലിനക്സും തമ്മിൽ ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബൂട്ട് ലോഡർ വിൻഡോസ് അടിച്ച് കളഞ്ഞ് വിൻഡോസിൻ്റെ ബൂട്ട് ലോഡർ ആകും. അപ്പോൾ പിന്നെ നമുക്ക് ലിനക്സിലോട്ട് ബൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ലിനക്സ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പോൾ നമ്മൾ ഗ്രബ് പോകാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിനായിട്ട് കുറച്ച് ടൂൾസൊക്കെ ആവശ്യമുണ്ട്. സോ നമുക്ക് ആദ്യം സിനാപ്റ്റിക് ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിനായിട്ട് നിങ്ങൾ ഈ കാണുന്ന കമൻറ്റ് അടിച്ചു കൊടുക്കുക, സുഡോ apt get ഇൻസ്റ്റാൾ സിനാപ്റ്റിക് എന്ന്. സിനാപ്റ്റിക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം സിനാപ്റ്റിക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ടൂളാണ് യൂണിറ്റ് ബൂട്ടിൻ. യൂണിറ്റ് ബൂട്ടിനകത്ത് നിങ്ങൾ USB ബൂട്ടബിൾ ആക്കുന്നൊരു പ്രോഗ്രാമാണ് യൂണിറ്റ് ബൂട്ടിൻ. നിങ്ങൾ സെർച്ച് ചെയ്യുക യൂണിറ്റ് ബൂട്ടിനെന്ന്. അതിനുശേഷം വരുന്ന ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക് ഫോർ ഇൻസ്റ്റാൾ കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുക. സോ നിങ്ങൾ യൂണിറ്റ് ബൂട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഡിസ്ക് ഇമേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ISO ഫയൽ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ ISO ഫയൽ എവിടെ കിടക്കുന്നതെന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാനിത് വേറെ നിങ്ങൾ വേണമെങ്കിൽ ഇത് CD ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ലിനക്സിൻ്റെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ സാധാരണ USB ആണ് ഉപയോഗിക്കാറ്, അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് പറയുന്നത്. നിങ്ങൾ CD ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ISO ഫയൽ CDയിലോട്ട് ജസ്റ്റ് ബേൺ ചെയ്താൽ മതി. സോ ഇനി നിങ്ങൾ USB പ്ലഗിൻ ചെയ്യുക. ഞാൻ ISO ഇമേജ് ചൂസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഡ്രൈവിലില്ലായിരുന്നു. സോ അപ്പം ഞാൻ വേറൊരു ഡ്രൈവ് മൗണ്ട് ചെയ്തതാണ്. സോ പുതിയതായിട്ട് മൗണ്ട് ചെയ്യുന്ന ഡ്രൈവ് നിങ്ങൾക്ക് റൂട്ടിനകത്ത് മീഡിയയ്ക്കകത്ത് നിങ്ങളുടെ യൂസറിനകത്ത് നിങ്ങൾ മൗണ്ട് ചെയ്യുന്ന ഡ്രൈവ്സൊക്കെ വന്ന് കിടക്കും. സോ ഇപ്പോൾ നമുക്ക് വിൻഡോസ് 7ൻ്റെ ISO സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ISO സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിൻഡോസിന് വേണ്ടി കുറച്ച് സ്പേസ് അലോക്കേറ്റ് ചെയ്യണം. സോ അതിൻ്റെ നമുക്ക് സിനാപ്റ്റിക് ഓപ്പൺ ചെയ്ത് gparter എന്ന് പറഞ്ഞ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാം. എനിക്കിത് ടെർമിനൽ വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ GUIയും സെർച്ചും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിനാപ്റ്റിക് ആണ്. സോ നിങ്ങൾ gparter സെർച്ച് ചെയ്യുക. എന്നിട്ട് gparter ടൂൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാർക്ക് ഫോർ ഇൻസ്റ്റാൾ കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുക. സോ നിങ്ങൾ gparter ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ സ്പേസ് അലോക്കേറ്റ് ചെയ്യണം. വിൻഡോസിന് അത്യാവശ്യം നല്ല സ്പേസ് വേണ്ടി വരും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വിൻഡോസിൻ്റെ ലോക്കൽ ഡിസ്ക് മിക്കവാറും ഫുള്ളാകുന്നൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മൾ ഒത്തിരി പ്രോഗ്രാംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ. സോ നിങ്ങൾ ലിനക്സിനേക്കാളും കൂടുതൽ സ്പേസ് നിങ്ങൾ വിൻഡോസിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യണം. ഇനി നിങ്ങൾ ആവശ്യമുള്ള പാർട്ടീഷൻ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസൈസ് ഓർ മൂവ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. 140 GB കൊടുക്കേണ്ടി വരും. എന്നിട്ട് നിങ്ങളത് NDFS ആയിട്ട് ഫോർമാറ്റ് ചെയ്യുക. സോ നമ്മളതിന് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ നോക്കിയാലറിയാം നമ്മളിപ്പോൾ നേരെ വിൻഡോസിലോട്ടായിരിക്കും നേരെ ബൂട്ടായി കയറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനി നിങ്ങളുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബൂട്ട് റിപ്പയർ ഡിസ്ക് എന്ന് അടിച്ചു കൊടുക്കുക. ഇത് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ISO ഫയലാണ്. നിങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഉണ്ടാകുന്ന ബൂട്ട് പ്രശ്നങ്ങളെല്ലാം ശരിയാകുന്നതാണ്.
ഇതൊരു ISF ഫയലാണ്. ഇത് നിങ്ങൾ ബൂട്ടബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൂട്ട് സമയത്തുണ്ടാകുന്ന മെയിനായിട്ടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്നൊരു ഫയലാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളിതൊരു CD-യിലാക്കി ബൂട്ടബിളാക്കി വെക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് എപ്പോഴും ബൂട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റൺ ചെയ്ത് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ 2 വെർഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, 32 ബിറ്റും 64 ബിറ്റും. സോ നിങ്ങളുടെ സിസ്റ്റംസ് അനുസരിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. 64 ബിറ്റാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ CD-യിലോട്ടാണ് ബൂട്ടബിൾ ആക്കുന്നതെങ്കിൽ നിങ്ങൾ വിൻഡോസിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ന്യൂറോ ബേണർ. നിങ്ങൾക്ക് അത് വെച്ച് CD-യിലോട്ട് റൈറ്റ് ചെയ്യാം. ഞാൻ തൽക്കാലം USB ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ റൂഫസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിങ്ങനെ ഫയൽ ഡൗൺലോഡ് ചെയ്തു. നമുക്ക് റൂഫസ് ഓപ്പൺ ചെയ്യാം. റൂഫസ് നിങ്ങളെ USB ബൂട്ടബിൾ ആക്കാൻ സാധിക്കുന്നൊരു ടൂളാണ്. നിങ്ങൾ ഡിസ്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ISF ഫയൽ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ USB ഡ്രൈവ് നിങ്ങൾ പ്ലഗിൻ ചെയ്യുക. ഞാൻ പ്ലഗിൻ ചെയ്യട്ടെ. സോ നിങ്ങളുടെ USB ഡ്രൈവിലുള്ള എല്ലാ ഡേറ്റയും നഷ്ടപ്പെടും. സോ അത് നിങ്ങൾ ബാക്കപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സോ നിങ്ങളുടെ ISF ഫയൽ സെലക്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് നമ്മുടെ ബൂട്ട് റിപ്പയറിൻ്റെ ISF ഫയൽ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ISF ഫയൽ ബൂട്ടബിൾ ആകും. ഓക്കെ. സോ ISF ഫയൽ നമ്മൾ ബൂട്ട് ഡിഫറെൻറ്റ് സിസ്റ്റത്തിലോട്ട് ബൂട്ട് ചെയ്ത് കയറാൻ പോവുകയാണ്. ഇതൊരു 700 MB ഫയലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അതിനെ മോഡ് ചെയ്തെടുത്ത് ഒരു റീമാസ്റ്റർ ചെയ്തിട്ട് ഈ നമ്മുടെ ബൂട്ട് സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുള്ളൊരു സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഇത്ര ഫയൽ സൈസ് വന്നിരിക്കുന്നത്. സോ അങ്ങനെ ഇത് ബൂട്ടായി. നിങ്ങളിത് ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്കാനിങ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിനകത്ത് നിങ്ങൾ റെക്കമെൻഡ് റിപ്പയർ കൊടുക്കണം. സാധാരണ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും റെക്കമെൻഡ് റിപ്പയർ കഴിയുമ്പോഴത്തേക്കും ശരിയാവുന്നതാണ്. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അത് ലൊക്കേഷൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക.